പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡിവൈൻ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. വചനം പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടതയുടെ നാളിൽ അവൻ നമുക്ക് അഭയദുർഗമാണ്. കഷ്ടതകളിൽ ദൈവം നമ്മോടൊത്തുണ്ട്. നമ്മോടൊത്തുള്ള ഒരു ദൈവം, നമ്മുടെ വേദനകളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം, കഷ്ടതയുടെ നാളിൽ നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് എന്ന ഒരു പ്രത്യാശ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം വചനം ശ്രവിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സത്യം ഇതാണ്: എൻ്റെ കഷ്ടതയിലും വേദനയിലും തകർച്ചയിലും ദുഃഖത്തിലും നിരാശയിലും പരാജയത്തിലും എല്ലാം എൻ്റെ ദൈവം എന്നോടൊത്തുണ്ട്. അവൻ എന്നെ പൂർണ്ണമായും അറിയുന്നുണ്ട്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ ഡിവൈൻ ബ്ലെസ്സിങ്, ഈ ഒരു ശുശ്രൂഷയുടെ അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് സ്വീകരിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷ, എല്ലാ ആഴ്ചയും നടത്തപ്പെടുന്ന ഈ ധ്യാനത്തിലൂടെ അനേകരിലേക്ക് ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഈശോ നമ്മെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി താല്പര്യത്തോടെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് നയിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറച്ച് നാൾക്ക് മുമ്പ് ഒരമ്മച്ചിയും അവരുടെ മകനെയും കൊണ്ട് ഇവിടെ വന്നു. മകന് ഏതാണ്ട് 17 വയസ്സോ 18 വയസ്സോ കഷ്ടിയുണ്ട്. അവനെ മയക്കുമരുന്നിൻ്റെ അടിമയായി. 2 പ്രാവശ്യം അവരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കയറ്റി. അവൻ പുറത്തിറങ്ങി വരും, 1-2 മാസമൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കും. അത് വീണ്ടും പോയി മയക്കുമരുന്നിൻ്റെ അടിമയാകും. അതായി കഴിഞ്ഞ ശേഷം അവൻ വളരെ വയലൻ്റാണ്. വീട്ടിലെ സാധനങ്ങൾ തല്ലി ഉടയ്ക്കുക, അമ്മയെ തല്ലുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെ ഒത്തിരി പൈശാചികതയുടെ പ്രവൃത്തികളൊക്കെ ചെയ്യുക. ഈ അമ്മ ഈ മകനെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അവരോട് ധ്യാനിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കരച്ചിലും പരിപാടിയൊക്കെ നിർത്തി വയ്ക്കുക. ആ കരച്ചിൽ ഇത്രയും വരാനുള്ള കാരണം ആ പൊസസീവ് ലവ് കടന്നിട്ടാണ്. അതുകൊണ്ട് അത് കത്തിച്ച് കളഞ്ഞ് അവനെ ദൈവത്തിൻ്റെ പൈതലായിട്ട് കാണാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അപ്പോൾ അവരങ്ങനെ ആ ബന്ധത്തിന് നടുവിലും ബലിപീഠം ഉണ്ടാക്കി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സഹോദരിയുടെ സങ്കടമൊക്കെ പയ്യെ ഒന്ന് നിലച്ചു. മനസ്സിൻ്റെ ഭാരമെല്ലാം കുറഞ്ഞു. ഉള്ളിൽ പയ്യെ സമാധാനം കിട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അപ്പോൾ ഒന്നേ ബലിപീഠത്തിൽ വെച്ച് അത് ദൈവത്തിൻ്റെ പൈതലായി കാണുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്,
അവൻ മാത്രമല്ല ലഹരിക്ക് അടിപ്പെട്ട് കഴിയുന്നത്. അനേകം യുവതി യുവാക്കന്മാരൊക്കെ ഇന്ന് ലഹരിയുടെ അടിമയാണ്, മയക്കുമരുന്നിൻ്റെ അടിമയാണ്. അതുകൊണ്ട് ഈശോ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം ഭൂമിയിലൂടെ ചുറ്റി നടന്നു. 40 ദിവസത്തിന് ശേഷമാണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്നപ്പോൾ 3 പ്രാവശ്യം ഈശോ പ്രവചനം നടത്തിയായിരുന്നു. ആ നടത്തിയ പ്രവചനം നമ്മൾ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള തിരുവചനം, 2 മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതലുള്ള തിരുവചനം, 3 മർക്കോസിന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള തിരുവചനം. 3 സ്ഥലത്തും ഒരേ കാര്യമാണ്. 3 പ്രവചനങ്ങൾ ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പിടിക്കും, ബന്ധിക്കും, കുരിശിൽ തറച്ച് കൊല്ലും, കല്ലറയിൽ അടക്കും. തീർന്നില്ല, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. യേശു ഇങ്ങനെ പറഞ്ഞതിൽ വായിക്കുന്ന, കേൾക്കുന്ന, ധ്യാനിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, അറിയുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യത്തിൽ വിശ്വസിച്ച് വേണം ബൈബിൾ വായിക്കാൻ. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞാൻ വായിക്കുന്ന ഓരോ ബൈബിൾ വചന വരികൾക്കിടയിലും, ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും വായിക്കുന്ന ഞാനുണ്ട് എന്ന് വിശ്വസിച്ച് ബൈബിൾ വായിക്കണം. എൻ്റെ പേര് ബോബി മാത്യു. ഞാൻ കോതമംഗലിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞിട്ടാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ പറഞ്ഞത്. ഇതിനു മുമ്പേ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മടിയൊക്കെ പിടിച്ച് അങ്ങനെ പോയി. ഇപ്പം ധ്യാനത്തിനോട്ട് വന്നിട്ട് നമുക്ക് മെയിനായിട്ട് കിട്ടണ നമ്മുടെ മനസ്സിലൊരു ആശ്വാസവും, പിന്നെ രാവിലെ മുതൽ വൈകിട്ടൊക്കെ ഒരു മനസ്സിലൊരു ഇത് സന്തോഷമൊക്കെ കിട്ടും. ഡിപ്രഷനായിട്ടുള്ളൊരു മെയിനായിട്ടൊക്കെ വരണം. അച്ഛന്മാരുടെ ക്ലാസ്സൊക്കെ കേൾക്കണം, നല്ലതാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു, രോഗം വന്നു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കണം. ഹല്ലേലൂയ. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കണം. പ്രാർത്ഥിച്ചോ, ദൈവം തിരികെ തരും. അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യങ്ങളൊക്കെ എത്രയോ പേരാ വാങ്ങിക്കൂട്ടുന്നത്. ഹല്ലേലൂയ. ഇഷ്ടം പോലെ കിട്ടും. ചോദിച്ചോ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ ഭൗതികമായ ചില തകർച്ചകളായിരിക്കാം. ഇന്നലെ വരെ സ്മൂത്തായിട്ട് പോയിക്കൊടുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല. ജീവിതത്തിന്റെ ഭൗതികമായ ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥിക്കുക, ചിലതെല്ലാം തിരിച്ചു പിടിക്കണം. മുന്നോട്ടുള്ള സ്റ്റെപ്പ്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ ധ്യാനത്തിലൊക്കെ വരുന്ന പലരെയും കണ്ടിട്ടുണ്ട്. വലിയ കടക്കണിയിലൊക്കെ പെട്ട് വീടിന്റെ ജപ്തിയുടെ വക്കിലൊക്കെ എത്തി. അവര് വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ചിലരൊക്കെ അത്ഭുതകരമായിട്ട് ആ ജപ്തിയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചു പോയതൊക്കെ സാക്ഷ്യപ്പെടുത്താൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോകുക, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുക, എൻ്റെ ബിസിനസ് തകർന്നു പോകുക. വിശ്വസിച്ചോ, ദൈവത്തെ വിളിച്ചോ, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ഭൗതികമായ നഷ്ടപ്പെടല്, വീണ്ടെടുക്കല. അതിനേക്കാൾ അപ്പുറത്ത് പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആത്മീയ മൂല്യങ്ങളുണ്ട്.
നമ്മുടെ ദുശീലങ്ങളുണ്ട്, നമ്മുടെ തഴക്കദോഷങ്ങളുണ്ട്, നമ്മുടെ ആസക്തികളുണ്ട്, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ മേഖലകൾ, ബന്ധത്തിലെ തകർച്ചകളുണ്ട്. എന്തൊക്കെയോ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ആ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കണം, വീണ്ടെടുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജിയ. എൻ്റെ പേര് എൽന. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുന്നതാണ് സ്കൂൾ തുറക്കണതിന് മുമ്പ്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു ആത്മീയ സന്തോഷമാണ് ലഭിച്ചത്. ഈശോ പല രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് നല്ലൊരു വഴിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ സംശയങ്ങളെല്ലാം മാറ്റി എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ ആത്മീയ സന്തോഷം ലഭിക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ. നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, ഒരാളെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടിരിക്കുന്നു. അവന്റെ വിശപ്പ് കണ്ടിട്ട് ദൈവം അവന് വേണ്ട അപ്പവും കറിയൊക്കെ എത്തിക്കുന്ന രംഗം ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? എവിടെയാ? ആരെയാ പിടിച്ച് സിംഹക്കുഴിയിലിട്ടിരിക്കുന്നേ? ആരെയാ? ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ പിടിച്ചിട്ടിരിക്കുക. കാരണം ഈ ദാനിയേൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാ. ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കൂ. രാജാവിനെ ഇതൊന്നും ആശ്രയിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. അവൻ ദൈവത്തിലെ ആശ്രയിക്കൂ. ദൈവാശ്രയത്തിൽ വളരുന്നത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട്, പൂജിക്കുന്നത് കൊണ്ട്, സ്നേഹമുള്ളവരെ, ഈ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടിരിക്കുക. ഈ സിംഹക്കുഴിയിൽ 6 ദിവസം ദാനിയേൽ ചെലവഴിച്ചു. ആ സിംഹക്കുഴിയിൽ 7 സിംഹങ്ങൾ ഉണ്ടായിരുന്നു. 7 സിംഹങ്ങളുടെ കൂടെ 6 ദിവസം ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ. സ്നേഹമുള്ളവരെ, ഈ സിംഹങ്ങൾ വിശന്നിട്ട് ദാനിയേലിനെ പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടി ഈ സിംഹത്തിന് ഒരു ഭക്ഷണവും കൊടുത്തില്ല. വിശന്നിട്ടെങ്കിലും ദാനിയേലിനെ പിടിച്ച് ഭക്ഷിക്കണം. അതിനുവേണ്ടി സിംഹത്തിന് ഒരു ഭക്ഷണവും കൊടുത്തില്ല. സിംഹത്തെ പട്ടിണിക്കിട്ടു. എന്നിട്ട് ദാനിയേലിന് ഇട്ടുകൊടുത്തിരിക്കുക, സിംഹം പിടിച്ച് ഭക്ഷിക്കട്ടെ ദാനിയേലിനെ. പ്രിയമുള്ളവരെ, ഈ ദാനിയേലിനെ സിംഹം സ്പർശിച്ചില്ല. സിംഹത്തിന്റെ വിശപ്പ് ദൈവം മാറ്റിയേ. പക്ഷേ ഈ ദാനിയേലിന്റെ വിശപ്പ് ദൈവം കണ്ട് അവൻ ചെയ്തതെന്തെന്നറിയാവോ? ഹബക്കുക്കിന്റെ മുടിക്കുത്തൽ പിടിച്ച് വായുവേഗത്തിൽ സിംഹക്കുഴിയുടെ മുകളിലെത്തി. എന്നിട്ട് ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ഇതാ നിനക്ക് വേണ്ട ഭക്ഷണം എത്തിയിരിക്കുന്നു. അങ്ങനെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ആവശ്യമായ അപ്പവും കറിയും അവിടെ എത്തിച്ചു. ഹല്ലേലൂയ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 2004 ധ്യാനത്തിന് വന്നു തുടങ്ങിയതാണ്. അന്നൊരു വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഖം കാണുകയും വലിയൊരു ദൈവാനുഭവം ഉണ്ടാകുകയും ചെയ്തു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡ് എൻ്റെ ഒരു ഭക്ഷണം, അതോടൊപ്പം തന്നെ മരുന്നും കൂടിയായി. അത് എനിക്ക് അനുഭവമാകുന്നുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിറഞ്ഞതാണ്. എപ്പോൾ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണം, എത്ര കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് ഭാര്യയും ഭർത്താവും അല്ല. ഞാൻ ആവർത്തിക്കുന്നു, കുരിശെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, എപ്പോൾ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണം, എത്ര കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണം, പ്രസവിക്കണം, വളർത്തണം തീരുമാനിക്കേണ്ടത് ദൈവമാണ്. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾ, ചുരുങ്ങിയ മാസങ്ങൾ എടുത്ത് ഒരുങ്ങുന്നത് തെറ്റില്ല. ആ സമയത്ത് പാപവഴികളല്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് ആത്മസംയമനത്തിൻ്റെ കൃപയിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ
ഒരു കുഞ്ഞിനെ ദൈവം തരാൻ പോവുക. ആ കുഞ്ഞിന് വേണ്ടിയുള്ള ബീജാണു അപ്പൻ്റെ ശരീരത്തിലുണ്ട്, അണ്ഡം അമ്മയുടെ ശരീരത്തിലുണ്ട്. ആ രണ്ടും സ്വീകരിച്ച് ഈ കുഞ്ഞിനെ നിങ്ങൾ ഇപ്പോൾ ജനിപ്പിക്കുന്നില്ലെങ്കിൽ, ആവർത്തിക്കുന്നു, ഈ കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ബീജാണു അണ്ഡവും നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ ഈ കുഞ്ഞിനെ ജനിപ്പിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി സഹസൃഷ്ടാക്കളാകുന്നില്ലെങ്കിൽ, ഈ കുഞ്ഞ് ഇനി ഒരിക്കലും ജനിക്കില്ല. ആ കുഞ്ഞു വഴി ലോകത്ത് കിട്ടേണ്ട കൃപ ഇനി ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളെ കിട്ടും, പക്ഷെ ഈ കുഞ്ഞിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ അവരുടെ അനുഗ്രഹം ഇനി ഒരിക്കലും വരില്ല. എന്താ ഈ ലോകം കരുതി വെച്ചിരിക്കുന്ന മോഡേൺ വേൾഡ്? പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് 5, 8, 10 വർഷക്കാലം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, ജീവിക്കുക, എന്നിട്ട് കരുതുക അടിച്ചു പൊളിച്ച് ജീവിക്കണം, സുഖിക്കണം. സുഖിക്കാൻ വേണ്ടിയാ കല്യാണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപോയി. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ മനുഷ്യവർഗം നിലനിർത്താൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് കുടുംബജീവിതം. അതിനാണ് ദൈവം ലൈംഗികത തന്നത്, അതിനാണ് വിവാഹോപദേശ തന്നിരിക്കുന്നത്. എൻ്റെ പേര് മരിയ, ഇത് മെറിൻ, ഇത് ജോസ്ലിൻ, അനീത്തി, അനിയൻ. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും ഒരു ധ്യാനം കൂടി തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കുന്നു. അപ്പയും അമ്മയും പണ്ടുതൊട്ടേ പറഞ്ഞു തരാറുണ്ട്. അങ്ങനത്തെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ധ്യാനം കൂടാൻ വേണ്ടി വന്നത്. പല സ്ഥലങ്ങളും ധ്യാനത്തിന് പോയിട്ടുണ്ട്. ഇത് പുതിയൊരു അനുഭവമായിരുന്നു. ഡിവൈനിൽ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ടുള്ള ഞങ്ങൾ ഇതുവരെ കൂട്ടിയിട്ടുള്ള ധ്യാനങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചതായിരുന്നു. ഏറ്റവും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഈശോയെ അറിയാൻ പറ്റി, ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റി, കുറേ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. ഈശോ എന്ന നാമത്തിൽ തന്നെ ശക്തിയുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. ഈ ദൈവവചനം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച ഇതാണ്: യേശു എന്ന നാമം, ആ നാമത്തിൽ തന്നെ ശക്തിയുണ്ട്. നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം നോക്കിയാൽ അവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുക. അദ്ദേഹം പറയുകയാണ്, റോമാലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയാണ്, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അതായത് യേശുവിൻ്റെ നാമം ആര് ഉച്ചരിക്കുന്നു, യേശു എന്ന നാമം ആരുച്ചരിക്കുന്നു, അവർക്കെല്ലാം രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും. ഈശോ എന്ന് നീ വിളിച്ചാൽ മതി, നിന്റെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വരും. അപ്പം രക്ഷിക്കുന്ന നാമമാണ്, യേശു എന്ന നാമമാണ് ഈ ബൈബിള് നമുക്ക് പഠിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു പഠനം. എൻ്റെ പേര് ആസ്മി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ നിന്ന് വരുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുത്തത് കൊണ്ട് എൻ്റെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും മനസ്സിലെ ഭാരം യേശുക്രിസ്തുവിലേക്ക് ഇറക്കി വെച്ചതുപോലെയുള്ളൊരു സന്തോഷവും സമാധാനവും കിട്ടിയിട്ടുണ്ട്. നല്ല അനുഭവം തന്നെയാണ് ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തത് കൊണ്ട്. എനിക്ക് ജീവിതത്തിൽ നല്ല മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പും പലതവണ ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്.
നല്ല മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട്. ഇതിവിടെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചോണം, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ് ഇനി മുതൽ. ഹാലേലുയാ, ഹാലേലുയാ. നല്ലൊരു വചനം ഒന്ന് എഴുതി പഠിച്ചേ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 26. പുറപ്പാട് പുസ്തകം 15:26. നല്ല വചനമാണ്. വചനം പഠിച്ചാലുണ്ടല്ലോ അതിൽ തന്നെ രക്ഷപ്പെട്ടു. വചനം പഠിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു. പുറപ്പാട് പുസ്തകം 15:26 ഒരു കുഞ്ഞു വചനം, പക്ഷേ വളരെ ശക്തമായ വചനം. വചനം എന്താണെന്നറിയാവോ? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെ പേര് സൂസി എന്നാണ്. പെരുവ എന്ന് പറഞ്ഞ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ധ്യാനം കൂടാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലാണ്. ഞാൻ പല ധ്യാനകേന്ദ്രത്തിലും പോയിട്ടുണ്ട്, പക്ഷെ പനക്കിലച്ചൻ്റെ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാരണം അതെൻ്റെ മനസ്സിന് വലിയ സന്തോഷവും വലിയ പ്രത്യാശയും തരാറുണ്ട്. അപ്പം വല്ല ദുഃഖങ്ങളൊക്കെ വരുമ്പം ഓടി വരുന്നത് ഇവിടെയാണ് ഞാൻ. അപ്പം എനിക്ക് നല്ല ആശ്വാസവും സമാധാനവും ദൈവം എനിക്ക് തരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വണ്ണം പോരാ എന്ന് എന്നോട് തന്നെ എനിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ട് തോന്നിയതിൻ്റെ കുഴപ്പമാണ് ഞാൻ ഈ പറഞ്ഞത്. ചെറിയ കുഴപ്പം, വലിയ കുഴപ്പങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്നോട് സ്നേഹം തോന്നുന്നു. അപ്പോഴാണ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തോന്നുക. നമ്മൾ ഈ തിരുമണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക. കാരണം ഈ വിഷയം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് മറ്റു തിരുവചനങ്ങളുടെ അർത്ഥം, വ്യാഖ്യാനങ്ങൾ നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുക. പലപ്പോഴും ഫലപ്രദമായ രീതിയിൽ ദൈവാനുഭവം ഇല്ലാതെ പോകുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. എന്താണ്? യേശു ഏക രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനു ഫെസ്റ്റിൻ. ഞാൻ വരുന്നത് ഒല്ലൂർ ഭാഗത്തു നിന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് മുരിങ്ങൂര് ഡിവൈനിൽ ധ്യാനം കൂടുന്നത്. വചനമൊക്കെ നമ്മൾ വായിക്കാറുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെയാണ് വായിക്കാറുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം ഈ വചനത്തിന് സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് ധ്യാനത്തിന് വന്നപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ മനസ്സിൻ്റെ ഒത്തിരി ഭാരങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ വചനം കേട്ടതോടുകൂടി മാറിക്കിട്ടി. എനിക്ക് ഒത്തിരി ദൈവസ്നേഹം അനുഭവിക്കാനും ആരാധനയിലും ഒത്തിരി സമാധാനം സന്തോഷം അനുഭവിക്കാൻ സാധിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി. എന്തുകൊണ്ടാണ് ഒരാൾ പ്രസംഗിച്ചപ്പോൾ അവിടെ അത്ഭുതവും അടയാളങ്ങളും നടന്നത്? ആ പ്രസംഗിച്ച ആളുടെ മിടുക്കല്ല, ആ പ്രസംഗിക്കുന്ന ആളുടെ യോഗ്യത കൊണ്ടല്ല. ആ പ്രസംഗിച്ച ആൾ എന്ത് പറഞ്ഞു? പത്രോസ്ലീഹ എന്താ പറഞ്ഞത്? പത്രോസ്ലീഹ യേശുക്രിസ്തുവിനെ പറ്റി സംസാരിച്ചു, ദൈവവചനം പ്രസംഗിച്ചു. ആ യേശുക്രിസ്തുവിനെ പറ്റി, ആ ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് ഒരാൾ പ്രസംഗിച്ചപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവരിൽ
അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഇന്ന് സംഭവിക്കുന്നു, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം എഴുതി വെച്ചോളം. യോഹന്നാൻ 3:17 നമ്മൾ വായിക്കും, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ മുഖാന്തരം ലോകത്തെ രക്ഷിക്കാനത്രേ. ഈ വചനത്തിലൊക്കെ പറയുക ലോകത്തെ എന്നാണ്, ക്രിസ്ത്യാനികളെ എന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവനും. എൻ്റെ പേര് എൽജോ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തിരുത്തിപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ധ്യാനം കൂടുന്നത്. ഒത്തിരി ദൈവസ്നേഹത്തിലും സന്തോഷത്തിലും നിറയുവാൻ എനിക്ക് ഈ ധ്യാനം ഉപകാരമായി. ഒത്തിരി പ്രതിസന്ധികളിലൂടെയും സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെയൊക്കെയാണ് എൻ്റെ കുടുംബം കടന്നുപോയിരുന്നത്. ഇവിടെ വന്ന് ക്ലാസ് കേൾക്കുമ്പോഴും അതുപോലെ പനക്കിലച്ഛൻ്റെയും മറ്റേ ബ്രദർമാരുടെ എല്ലാം ടോക്കുകളും അവരുടെ വചന ശുശ്രൂഷകളെല്ലാം എനിക്ക് ഒത്തിരി ധൈര്യം പകർന്നു തരുന്ന അവസരങ്ങളായിരുന്നു. ഒത്തിരി സന്തോഷമായി. നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട, എല്ലാത്തിലും ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യവും വിശ്വാസവും, ആ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള കൃപയും ഈശോ തന്ന് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹെസക്കിയ എന്ന രാജാവ് രോഗബാധിതനായി മരണത്തോട് അടുക്കുകയാണ്. ഈ സമയത്ത് ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ ദൈവം നൽകിയ സന്ദേശം അറിയിക്കുകയാണ്, നീ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക. ഒട്ടും നല്ല വാർത്തയല്ലത്. നീ മരിക്കുകയുള്ളൂ. നീ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക. അല്പസമയം കഴിഞ്ഞാൽ ഈ വീട് ഒരു മരണ വീടാകാൻ പോവുകയാണ്. നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, നീ സുഖം പ്രാപിക്കുകയില്ല. ഇത് പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹെസക്കിയ ചുവരിലേക്ക് നോക്കിയിരുന്ന് ദൈവത്തിന് മുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഉടനെ ദൈവത്തിൻ്റെ അരുളപ്പാട് വീണ്ടും ഉണ്ടാവുകയാണ്. ഈ യെശയ്യ ആ കൊട്ടാര അങ്കണം വിട്ട് പുറത്തു പോയിട്ടില്ല. ദൈവം അവരോട് പറയും, നീ ചെന്ന് ഹെസക്കിയെ അറിയിക്കുക. എന്താണ് അറിയിക്കേണ്ടത്? ആ സന്ദേശമാണ്, വചനമാണ് 5-ാമത്തേത്. ഞാൻ നിന്റെ കണ്ണീര് കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ രോഗത്തെ ഞാൻ സുഖപ്പെടുത്തുന്നു. ആരാധനയുടെ സമയമിത സ്വർഗീയ വൃന്ദം അളിനിരുന്നു. തിരുഹോസ്തിരൂപന യേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു.